രാജധർമ്മമനുസരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിന് സപരിവാരം ഇറങ്ങുന്നു എന്നതാണ് ആറാട്ടുപുഴ പൂരത്തിന്റെ ഐതിഹ്യം. ശ്രീരാമസ്വാമിയുടെ പാദപത്മങ്ങൾക്കിരുവശവും പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുടികൊള്ളുന്ന ശ്രീ ഭഗവതി ഭൂമിദേവിമാരുടെ നിത്യസാന്നിധ്യത്തെക്കുറിച്ചും ഒരു കഥയുണ്ട്. ഒരിക്കൽ ക്ഷേത്രദർശനത്തിനെത്തിയ വില്ലുമംഗലം സ്വാമിയാർ അത്ഭുതകരമായ ഒരു ദൃശ്യം കണ്ടുവത്രേ. ശ്രീ ഭഗവതിയും ഭൂമിദേവിയും ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ വാതിലിൽ കൂടി കയറി വന്ന് ഭഗവാനെ അർച്ചന ചെയ്യുന്നു. ഇവരുടെ അനുഗ്രഹം കൂടി ലഭിക്കട്ടെ എന്നു കരുതി സ്വാമിയാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയടച്ച് അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കി. ഇന്നും ശ്രീകോവിലിന്റെ നട അടഞ്ഞുകിടക്കുന്നത് ഇതുകൊണ്ടാണത്രേ. തൃപ്രയാറിൽ ശിവചൈതന്യവും കുടികൊള്ളുന്നുണ്ട്. ശ്രീകോവിലിനകത്ത് തെക്കുഭാഗത്തായി വിഘ്നേശ്വരനെയും ദക്ഷിണാമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാവനമായ ചടങ്ങാണ് നാലമ്പല ദർശനം. രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തിയാൽ ഇരട്ടി പുണ്യം ലഭിക്കുമത്രേ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായി ശ്രീരാമ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രവും കുടികൊള്ളുന്നതായി പറഞ്ഞല്ലോ. ഈ 4 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്തുക എന്നതാണ് നാലമ്പല ദർശനം. ഗുരുവായൂരിൽ നിന്നും കൊടുങ്ങല്ലൂരേക്കുള്ള യാത്രാമധ്യയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. തൃശൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ ചേർപ്പ് വഴിയും ക്ഷേത്രത്തിലെത്താം. നാലമ്പല ദർശനം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. തുടർന്ന് ഇരിങ്ങാലക്കുടയിലുള്ള ശ്രീ ഭരതക്ഷേത്രം, മൂന്നാമതായി പായമ്മലിലുള്ള ശത്രുഘ്ന ക്ഷേത്രം, നാലാമതായി മൂഴിക്കുളത്തുള്ള ലക്ഷ്മണക്ഷേത്രം എന്നിങ്ങനെയാണ് നാലമ്പല ദർശനം. കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. രാമായണ മാസത്തിൽ ശ്രീരാമക്ഷേത്ര സന്ദർശനവും രാമായണ പാരായണവും നടത്തുന്നത് മനസ്സിലെ തമോ ഗുണങ്ങളെ അകറ്റി നന്മയുടെയും ശുഭാപ്തിയുടെയും തലത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുകയാണ്. കളമൊഴിയുമഴകിനോടും തൊഴുതു ചെന്നീടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു.